ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്രോബ്ലം നമ്പർ 24 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലേബർ എന്നുള്ള ചാപ്റ്ററിലെ ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഫോർ എ മന്ത് പർട്ടിക്കുലർ മന്ത്. അതായത് വേജസ് കൊടുക്കാനുള്ള സംഖ്യ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലേബർ കോസ്റ്റ് എല്ലാം കണ്ടുപിടിക്കാനുള്ളത്. എമൗണ്ട് എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിൽ ക്യാഷായിട്ട് എത്ര രൂപ കൊടുക്കേണ്ടത് കണ്ടുപിടിക്കുക. വേജസ് അതായത് ഒരു മാസത്തിൽ 30,000 രൂപ കൊടുക്കണം. ഓവർ ടൈം 2,000 രൂപ കൊടുക്കണം. ലീവ് വേജസ് 2,500 ഉണ്ട്. ഡിഡക്ഷൻസ് ഓഫ് എംപ്ലോയീസ് ഷെയർ ടു ESI, അതായത് ESIയിലേക്ക് അടയ്ക്കാനായിട്ട് എംപ്ലോയിയുടെ നിന്ന് കട്ട് ചെയ്യേണ്ടത് 800 രൂപ. PFിലേക്ക് അടയ്ക്കേണ്ടത് കട്ട് ചെയ്യേണ്ടത് 1,500 രൂപ. ഹൗസ് റെൻ്റായിട്ട് 400 വരുന്നുണ്ട് പെർ മന്ത്. അങ്ങനെ 20 എംപ്ലോയീസ് ഉണ്ട്. 20 എംപ്ലോയീസ് 400 രൂപ വെച്ച് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ക്യാഷ് റിക്വയർഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് കൊടുക്കാനുള്ള ക്യാഷ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എമൗണ്ട് എഴുതാൻ പോകുന്നു. എത്ര രൂപ? 30,000 രൂപ നമ്മൾ വേജസ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഓവർ ടൈമായിട്ട് എത്ര കൊടുക്കണം? ഓവർ ടൈമായിട്ട് വേജസ് ഓഫ് ഓവർ ടൈം 2,000 കൊടുക്കണം. ഓക്കെ. അതിനുശേഷം നമ്മൾ ലീവ് വേജസ് എത്ര വേണം? 2,500 കൊടുക്കണം. അപ്പോൾ ഇത്രയും രൂപ വേജസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 32, 32, 34, 34,500 രൂപ നമ്മൾ വേജസ് കൊടുക്കണം. ഇനി അതിൽ നിന്ന് എത്ര രൂപ ഡിഡക്ഷൻസ് വരും? ESIയിലേക്ക് എത്ര രൂപ കട്ട് ചെയ്യണം? ESIയിലേക്ക് കട്ട് ചെയ്യേണ്ടത് എത്രയാണ്? 800 രൂപ കട്ട് ചെയ്യണം. ESIയിലേക്ക് 800 രൂപ കട്ട് ചെയ്യണം. ഓക്കെ. PFിലേക്ക് എത്ര കട്ട് ചെയ്യണം? PFിലേക്ക് 1,500 രൂപ. അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കേണ്ടതാണ് 1,500 രൂപ. ഹൗസ് റെൻറ്റ് എത്രയാണോ? ഹൗസ് റെൻറ്റ് 400 വെച്ച് 20 പേരുണ്ട്. അപ്പോൾ 400 വെച്ച് 8,000 രൂപ കട്ട് ചെയ്യണം. 8,000 രൂപ കട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഡിഡക്ഷനാണ്. സാലറിയിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ട് 800, 1,500, 8,000. അപ്പോൾ അത് ഈ എമൗണ്ടിൽ നിന്ന് മൊത്തം 34,500 നിന്ന് കട്ട് ചെയ്യണം. അപ്പോൾ 34,500 നിന്ന് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 10,300 രൂപ മൊത്തം കട്ട് ചെയ്യണം. 8, 9, 9, 10, 10,300 കട്ട് ചെയ്യണം. ഈ 10,300 34,500 നിന്ന് കുറയ്ക്കും. അപ്പോൾ എമൗണ്ട് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയുണ്ടെന്ന് കണ്ടെത്താം. സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. 24,200 രൂപ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി. അതായത് ഇത് ഒരു മാസം വേജസ് കൊടുക്കണമെങ്കിൽ 24,200 വേണം. ഓക്കെ. അപ്പോൾ ഇത് വേജസ്, ഓവർ ടൈം, ലീവ് വേജസ് ഒക്കെ കൂടി കൂട്ടുക 34,500. അതിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന ESIയിലേക്കുള്ള എമൗണ്ട് കുറയ്ക്കുക, PFിലേക്കുള്ള എമൗണ്ട് കുറയ്ക്കുക, ഹൗസ് റെൻറ്റ് കുറയ്ക്കുക. അങ്ങനെ 9,000 രൂപ മൊത്തം കുറച്ച് കഴിയുമ്പോൾ 10,300 രൂപ ഡിഡക്ഷൻ വരും. 34,500-ൽ 10,300 കുറച്ചിട്ട് ബാക്കി 24,200 രൂപ ക്യാഷിൻ്റെ പേയ്മെൻറ്റിനായിട്ട് നമുക്ക് വേണ്ടി വരുന്നതാണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കൂടി നമ്മൾ കിടക്കുകയാണ്. 25ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അതിലെന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ വേജസ് പെർ അവർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് വർക്കർ വൈഡാണ്. അവിടെ വേജസ് വന്നിട്ടുണ്ട് 20,000 തന്നിട്ടുണ്ട്. ആനുവൽ ബോണസ് 25%. അപ്പോൾ ഇതിൻ്റെ 25%. ഇതിൻ്റെ 25% എത്ര വരും? 20,000-ൻ്റെ പകുതിയുടെ പകുതി, അതായത് 5,000 രൂപ വരും. കോൺട്രിബ്യൂഷൻ ടു PF 10% ഓഫ് വേജസ്. 20,000-ൻ്റെ 10%, അപ്പോൾ 200 രൂപ വരും. 10% 2,000 വരും. അങ്ങനെ 3% ESIയിലേക്ക്. ലീവ് പെർമിറ്റഡ് ഫോർ ദി ഇയർ 60 ഡേയ്സ്, 60 ദിവസം ലീവ് ഉണ്ട്. കോസ്റ്റ് ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിന് എത്ര? 70,000 വരും. നമ്പർ ഓഫ് വർക്കേഴ്സ് 100 പേരുണ്ട്. അത് ഐഡിൽ ടൈം വരുന്നത് 80 അവേഴ്സ്. ഐഡിൽ വെച്ചാൽ വെറുതെ ഇരിക്കുന്ന സമയം. വർക്കിംഗ് ഡേയ്സ് പെർ ആനം 320 ഡേയ്സ് ഓഫ് 8 അവേഴ്സ്. 320 ഡേയ്സ് ആണുള്ളത്, 8 മണിക്കൂറുള്ളത്. ഓക്കെ. അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ദ വർക്കർ ഹാസ് ലോസ്റ്റ് 60 അവേഴ്സ് ഓൺ സം ഡേയ്സ് ഡ്യൂ ടു പവർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അബ്നോർമൽ ടൈമാണത്. 60 അവേഴ്സ് വർക്കർക്ക് നഷ്ടമുണ്ടെന്നുള്ളതാണ്. ദെൻ കമ്പ്യൂട്ടേഷൻ വേജസ് പെർ അവർ, ഒരു അവറിലേക്കുള്ള വേജസ് കാണാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം വേജസ് പെർ ആനാണ് നമ്മൾ എഴുതണേ. വേജസ് 20,000 രൂപ നമ്മൾ ആദ്യം എഴുതുന്നു. ഓക്കെ. ദെൻ അതിനുശേഷം ബോണസ് എഴുതുന്നു 25%. 20,000-ൻ്റെ 20% നമ്മൾ നേരത്തെ പറഞ്ഞാൽ 5,000 രൂപയാണ് 25%. ദെൻ കോൺട്രിബ്യൂഷൻ ടു PF, കോൺട്രിബ്യൂഷനുള്ള PF 10%. 20,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2,000 രൂപ വരും. 20,000-ൻ്റെ 10% 2,000 വരും. ദെൻ 20,000-ൻ്റെ 3%. 20,000-ൻ്റെ 3% എത്ര? 20,000-ൻ്റെ 3% 600 വരും. ഓക്കെ. ദെൻ ലേബർ വെൽഫെയർ എക്സ്പെൻസസ് എത്ര വരും? ലേബർ വെൽഫെയർ എക്സ്പെൻസസ് 70,000-ൻ്റെ 70,000/100. 70,000/100 എന്താ 70,000/100 എന്ന് പറയാനുള്ള കാരണം? 70,000 രൂപ കോസ്റ്റ് ലേബർ ആക്ടിവിറ്റീസാണ്. നമ്പർ ഓഫ് വർക്ക് 100 വരില്ലേ? അപ്പോൾ ഒരാളുടെ കാണാനായിട്ട് 70,000-ൻ്റെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 70,000-ൻ്റെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 700 വരും. ഓക്കെ. ഇനി അതൊക്കെ കൂടി കൂട്ടാം. അപ്പോൾ 28,300 രൂപ വരും ഒരാളുടെ വേജസ് ആയിട്ട്. ഇഫക്റ്റീവ് അവേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇഫക്റ്റീവ് അവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അത് കണ്ടുപിടിക്കണം. ഇഫക്റ്റീവ് അവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇഫക്റ്റീവ് അവേഴ്സ് കാണുമ്പോൾ അതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2,000 എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 320 × 8 എന്ന് വെച്ചാൽ അത്രയും മണിക്കൂറാണ് ഒരു മാസത്തിൽ നമ്മൾ വർക്ക് ചെയ്യുക.
320 ദിവസം 8 മണിക്കൂർ വെച്ച് വരും. അപ്പോൾ 2560 ആണ് ആകെ വരാം. 2560. ഈ 2560 ആകെ വരുന്നതിൽ ലീവ് അവേഴ്സ് എത്രയുണ്ട്? ലീവ് അവേഴ്സ് 60ൻ്റെ 8. അയാൾ എന്തായാലും ലീവ് എടുക്കുമല്ലോ. അപ്പോൾ 480 ആണ് അതിൽ വരിക. 480. ഈ 480 രൂപ നമുക്ക് ലീവ് വരുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ അതൊന്ന് കളയുന്നുണ്ട്. 480 വരുമ്പോൾ എത്രയാണ് നോർമൽ അവേഴ്സ് എത്ര വരും? 2560 നിന്നും 480 കുറയ്ക്കാം. അപ്പോൾ 2080 മണിക്കൂറാണ് വരിക. അതിൽ നോർമൽ ലെസ്, അതിൽ എത്ര രൂപയാണ്? നോർമൽ ഐഡിൽ ടൈം, നോർമൽ അവേഴ്സ് അല്ല, നോർമൽ ഐഡിൽ ടൈം ഒഴിവാക്കാൻ പറ്റില്ല. ഐഡിൽ ടൈം അവേഴ്സ് എത്രയുണ്ട്? നോർമൽ ഐഡിൽ ടൈം വരുന്നത് 80 ആണ് വരുന്നത്. 80 നോർമൽ ഐഡിൽ ടൈം ചോദിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 80 നമ്മൾ അവിടെ എഴുതി കുറയ്ക്കണം. 80 കുറയ്ക്കുമ്പോൾ എഫക്റ്റീവ് വർക്കിംഗ് നമുക്ക് കിട്ടും. എഫക്റ്റീവ് വർക്കിംഗ് 80 എഴുതി കഴിഞ്ഞാൽ സാധാരണ അങ്ങനെയാണ് വരിക. അപ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരുമ്പോൾ താഴേക്ക് പോയോ? ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് 2000 അതിൽ നിന്ന് അത് കുറയ്ക്കാം. ഇതിൽ നിന്ന് അത് കുറയ്ക്കണം. ഈ പറഞ്ഞ 2080 നിന്നും 80 കുറയ്ക്കാം. 2080 നിന്ന് 80 കുറയ്ക്കുമ്പോൾ എത്ര വരും? 2080 നിന്ന് 80 കുറയ്ക്കുമ്പോൾ 2000 വരും. 2000 ആണ് എഫക്റ്റീവ് അവേഴ്സ് വരിക. എഫക്റ്റീവ് അവേഴ്സ് 2000. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാൽക്കുലേഷൻ ഈ വേജസ് പെർ അവർ കണ്ടുപിടിക്കില്ല. വേജസ് പെർ അവർ എന്ന് പറയുമ്പോൾ നമുക്ക് 28,300 അല്ലേ? 28,300 ഇത് ഇവിടുന്ന് വേണ്ടതൊക്കെ. 28,300 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 28,300 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 28,300 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 14.15 ആണ്. 14.15 റുപ്പീസ്. 14.15. ഇനി നമുക്ക് അബ്നോർമൽ ഐഡിൽ ടൈമിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അബ്നോർമൽ ഐഡിൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ആ കോസ്റ്റിനെ അബ്നോർമൽ ടൈം നമുക്കവിടെ തന്നിട്ടുണ്ട്. അബ്നോർമൽ ടൈം തന്നിട്ടുണ്ട്. അതാണ് എത്ര തന്നിരിക്കുന്നത്? അത് തന്നിരിക്കുന്നത് 60 മണിക്കൂറാണ് അവിടെ തന്നിരിക്കുക. 14.15 ഗുണിക്കുക. 14.15 ഗുണിക്കുമ്പോൾ 849 വരും. 840. അത് നമുക്ക് അടുത്ത കോളത്തിലേക്ക് എഴുതാം. 849. ഓക്കെ. 849 രൂപയാണ് നമ്മുടെ ഈ ഇത് വരുന്നത്. അപ്പോൾ ഈ കോളം കഴിഞ്ഞാൽ പിന്നെ ആ താഴേക്ക് ആവശ്യമില്ല. 849 രൂപ. ഓക്കെ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. എസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. എസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ 24 മുതൽ 24, 25 നമുക്ക് ഇതിൽ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഓക്കെ. താങ്ക് യു.